പ്രിയ സ്നേഹിതരെ, കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അതിൽ ഒരു കുഞ്ഞ് തീരെ പൊടിക്കുഞ്ഞ്, ഒരു പക്ഷേ 1 വയസ്സോ അതിനടുത്ത് പ്രായമേ കാണുകയുള്ളൂ. എന്നാൽ ആ കുഞ്ഞിന് ഒരു കണ്ണാടി വെച്ചേക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ ചിന്തിച്ചു, എന്തായിരിക്കും ആ കുഞ്ഞിന് സംഭവിച്ചത്? കണ്ണിന് കാഴ്ച കുറവാണോ, മറ്റെന്തെങ്കിലും പ്രശ്നമാണോ, കണ്ണാടി വെക്കത്തക്കവണ്ണം എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ അതിനെക്കുറിച്ച് അല്പം ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പലയിടത്തുനിന്ന് വായിച്ചും ഗ്രഹിച്ചും മനസ്സിലാക്കിയത്, ചെറിയ പ്രായം മുതൽ തന്നെ കണ്ണിന് ചില കുഞ്ഞുങ്ങൾക്ക് കാഴ്ചക്കുറവോ അല്ലെങ്കിൽ വൈകല്യങ്ങളോ ഒക്കെ വരാറുണ്ട്. നമ്മുടെ ശരീരത്തിന് ഓരോ ഭാഗങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ വൈകല്യം വരാൻ സാധ്യതയുള്ളതുപോലെ തന്നെ കണ്ണിനും വൈകല്യം വരാൻ സാധ്യതയുണ്ട്. പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരു മധ്യവയസ്കർ, ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളെഴുത്താകും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ വായിക്കുവാൻ കണ്ണാടി വേണം എന്നൊരവസ്ഥയിലേക്ക് ആ പ്രായത്തിലുള്ളവരെത്തും. അത് കാരണത്താൽ ദൂരക്കാഴ്ചയ്ക്ക് അവർക്ക് കുഴപ്പമില്ലെങ്കിലും സമീപത്തുള്ളത് കാണാനും പുസ്തകങ്ങൾ വായിക്കുകയോ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് കണ്ണാടി വേണം എന്ന് പറയുന്ന രീതിയുണ്ട്. എന്നാൽ പണ്ടൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കണ്ണാടി വെക്കുന്നത് ഒരു സാധാരണ സംഭവമല്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത്, പണ്ടും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മളുടെ വൈദ്യശാസ്ത്രം അത്ര പുരോഗമിച്ചിട്ടില്ലാത്തത് കൊണ്ടും നമ്മുടെ ആൾക്കാർ ഇങ്ങനെ കണ്ണാശുപത്രിയിൽ പോവുകയോ കുഞ്ഞുങ്ങളുടെ കണ്ണ് പരിശോധിക്കുകയോ ഒക്കെ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് വൈകല്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയാതിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വൈദ്യസഹായം എവിടെയും ലഭ്യമായ അങ്ങനെ ഒരു സൗകര്യമുള്ളത് കൊണ്ട് കണ്ണിൻ്റെ കാഴ്ചക്കുറവുണ്ടെന്ന് കുഞ്ഞ് പറഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് കണ്ണാടി വെക്കേണ്ടതാണോ, അല്ല മരുന്ന് ഒഴിക്കേണ്ടതാണോ, അല്ല മറ്റെന്തെങ്കിലും ചികിത്സ ചെയ്യേണ്ടതാണോ എന്ന് പരിശോധിക്കും. അങ്ങനെ ആയിരിക്കാം ഞാൻ ആ കണ്ട കുഞ്ഞിന് ഒരു പക്ഷേ കണ്ണിന് എന്തെങ്കിലും കണ്ണാടി വെക്കേണ്ട ആവശ്യം വന്നതായിരിക്കാം. പിന്നെ ഞാൻ അറിഞ്ഞത്, കണ്ണാടി ചെറിയ പ്രായത്തിൽ വെക്കേണ്ടി വന്നാൽ മിക്കവാറും കുഞ്ഞുങ്ങൾക്ക് ചില വർഷങ്ങൾ, 1, 2, 3 വർഷങ്ങൾ അങ്ങനെ കണ്ണാടി വെച്ച് കഴിയുമ്പോൾ ആ വൈകല്യം മാറുന്നവയുണ്ട്. അങ്ങനെ പിന്നെ വെക്കേണ്ടി വരുന്നില്ല. ഇതുപോലെ മധ്യവയസ്കർ വെള്ളെഴുത്തിന് കണ്ണാടി വെച്ച് കുറേ നാൾ വെച്ച് കഴിയുമ്പോൾ പിന്നെ ആ വെള്ളെഴുത്ത് മാറിക്കഴിയുമ്പോൾ അവർക്ക് വായിക്കുവാൻ കണ്ണാടി വേണ്ട എന്ന അവസ്ഥയിൽ വരും. എന്നാൽ പ്രായമായി കഴിയുമ്പോൾ ഇതിനെല്ലാം വിഭിന്നമായി ദൂരക്കാഴ്ചയ്ക്കും കണ്ണാടി വേണം, സമീപത്തുള്ളത് കാണാനും കണ്ണാടി വേണം. അങ്ങനെ ബൈഫോക്കൽ അല്ലെങ്കിൽ 2 ലെൻസ് ഘടിപ്പിച്ച ഒരു കണ്ണാടി തന്നെ 2 ലെൻസ് ഘടിപ്പിച്ച കണ്ണാടികളാണ് സാധാരണ പിന്നെ ഉപയോഗിക്കുക. ഇനി മറ്റൊന്നുണ്ട്, നോക്കുമ്പോൾ ചിലർക്ക് നേരെയുള്ള വര നേരെയായി കാണുകയില്ല, വളഞ്ഞു പോകുന്നത് പോലെ തോന്നും. അതിന് ആസ്റ്റിഗ്മാറ്റിസം എന്നൊക്കെ അങ്ങനെ പല വൈകല്യങ്ങൾ കണ്ണിനുണ്ടാകാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ പലരെയും വീക്ഷിക്കാറുണ്ട്, ഇല്ലേ, പല കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ ആ കാണുന്നവയെക്കുറിച്ച് എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത? ചിലരെ നോക്കുമ്പോൾ ആ ആൾ കറുത്തതാണ്, ഒരു പക്ഷേ ആ ആൾ വെളുത്തതാണ്, ആ ആൾ പണക്കാരനാണ്, ആ ആൾ പാവപ്പെട്ടവനാണ്, ആ ആളെ കൊള്ളുകയില്ല, ആ ആൾക്ക് നീണ്ട മൂക്കാണ്, മറ്റൊരാൾക്ക് ചപ്പിയ മൂക്കാണ്. ഇന്നൊക്കെ പറയുന്ന രീതി നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കാഴ്ചയ്ക്ക് വിലയിരുത്താറുണ്ട്. എന്നാൽ ദൈവം ഇങ്ങനെയാണോ നമ്മളെയൊക്കെ നോക്കുന്നത്? ഒരു കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞാണ് എന്നൊരു വാചകം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ മാതാവും പിതാവും എന്ന നിലയിൽ ദൈവം നമ്മുടെ ഉടമസ്ഥാവകാശം സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായി, മക്കളായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിറമോ ഉയരമോ ഭാവമോ വണ്ണമോ ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ കാണുന്നത് പോലെയല്ല ദൈവം നമ്മളെ കാണുകയും നമ്മളെ വിലയിരുത്തുകയും തരം തിരിച്ച് കാണുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട്
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ കാണുന്നതിൽ ദൈവം കാണുന്നത് പോലെ, ദൈവം സ്നേഹിക്കുന്നത് പോലെ, ദൈവം എല്ലാവരെയും കരുതുന്നത് പോലെ നമുക്ക് മറ്റുള്ളവരെ കരുതാം. ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിങ്ങളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുവീൻ എന്ന്. ഇത് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. എന്നാൽ ദൈവം പറയുന്നു നമ്മൾ അങ്ങനെ വേണം. എങ്ങനെ? മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണണം. അപ്പം ഞാൻ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുമെന്നുണ്ടെങ്കിൽ വഴക്കുണ്ടാകുമോ? അസൂയയും പിണക്കവും ഉണ്ടാകുമോ? വാശിയും വൈരാഗ്യം ഉണ്ടാകുമോ? എന്തെങ്കിലുമൊക്കെ ശ്രേഷ്ഠത എന്നേക്കാൾ മറ്റൊരാൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റൊരാളെ അവഹേളിക്കുകയോ അപമാനിക്കുകയോ കളിയാക്കുകയോ അല്ല വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ദൈവവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്ന ഈ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാം. മറ്റുള്ളവരെ വിലയിരുത്തുമ്പോൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണാം. നമുക്കുള്ള കഴിവ് ഉണ്ടെങ്കിൽ അവർക്കില്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കഴിവ് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കി ദൈവ രാജ്യത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.